അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം. ഇങ്ങനെയൊരു ചൊല്ല് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. അതായത് എല്ലാ കാര്യത്തിനും അതിൻ്റെതായ മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. അതുപോലെ തന്നെ എബ്രോഡ് MBBSനും ഉണ്ട് അതിൻ്റെതായ മെറിറ്റും ഡീമെറിറ്റും. ഇപ്പോൾ എബ്രോഡ് MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന് തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ FMG എന്ന് പറയുന്ന എക്സാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു ഡീമെറിറ്റ് ആയിട്ടല്ല, ഇറ്റ് ഓഫ് എ ചലഞ്ച് എന്നുള്ള രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ FMGന്റെ കോച്ചിങ് കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു പോസിറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിനേക്കാളും പഠന ചെലവ് വളരെ കുറവാണ് എബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ. നീറ്റ് എഴുതി സീറ്റ് കിട്ടാത്ത ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട്. നീറ്റ് എഴുതി പാസ്സായിട്ട് പോലും ഗവൺമെന്റ് സീറ്റ് കിട്ടാത്തവർ. ഒരു പ്രൈവറ്റ് കോളേജസ് നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രൈവറ്റ് കോളേജസിലെ ഫീസ് ഒരു സാധാരണക്കാരന് താങ്ങുന്ന ലെവലുള്ളതല്ല. 80 lakhs തൊട്ട് 1.5 കോടിയോളം രൂപ വരെയാണ് ഫീസ് വരുന്നത്. നേരെ മറിച്ച് എബ്രോഡ് യൂണിവേഴ്സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ ഈവൻ ഗവൺമെന്റ് കോളേജസിൽ പോലും ടോട്ടൽ കോസ്റ്റ് ഒരു 20 to 50 lakhs വരെ മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ലൈഫ് ചേഞ്ചിങ് ആണ്. അപ്പോൾ അടുത്തൊരു ചലഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബ്രോഡിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും ചിലപ്പോൾ ഫുള്ളി അക്രഡിറ്റഡോ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡോ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ NMCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാത്ത യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് www.doms.org എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ നെയിം അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ലിസ്റ്റിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ നെയിം ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റർനാഷണൽ റെക്കഗ്നീഷനും അതുപോലെ കരിയർ ഓപ്പർച്യൂണിറ്റി ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ WDOMS, WHO, ECFMG ഇതിൻ്റെയൊക്കെ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ USMLE പ്ലാബ് പോലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങളുടെ ഒരു നിലവാരം കാണിക്കാനും നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ മൂന്നാമത്തെ ഒരു ചലഞ്ചായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലാംഗ്വേജ് ബാരിയർ ആണ്. ക്ലിനിക്കലിന്റെ ടൈമിൽ വരുന്ന ലാംഗ്വേജ് ബാരിയർ. അതായത് നമുക്കിപ്പോൾ ഒരു 3rd ഇയർ തൊട്ടാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസിലും ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ക്ലിനിക്കലിന്റെ ടൈമിൽ നമുക്ക് പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതൊരു ഇഷ്യൂ അല്ല, ബിക്കോസ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസിലും ആദ്യ വർഷങ്ങളിൽ തന്നെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ലോക്കൽ ലാംഗ്വേജസ് പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 6 to 12 months ആകുമ്പോഴേക്ക് തന്നെ ഈ ഒരു ലോക്കൽ ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു പോസിറ്റീവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നീറ്റ് എഴുതി പാസ്സായിട്ട് പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷേ എബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് നീറ്റിൻ്റെ റാങ്കോ അല്ലെങ്കിൽ ഡൊണേഷനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സീറ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റും ഫുഡും ഒക്കെയാണ്. അപ്പം നമ്മൾ ക്ലൈമറ്റൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആവാൻ സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് അഡാപ്റ്റഡ് ആയി മാറും. അതുപോലെ ഫുഡിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതും ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്കൊക്കെ പറയാൻ പറ്റില്ല. ചെറിയൊരു ചലഞ്ച് എന്നുള്ള രീതിക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ കിട്ടുന്ന ഫെസിലിറ്റീസും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ലേണിംഗ് എൻവയോൺമെന്റും ഒക്കെയാണ്. എബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ ഒട്ടുമിക്കയിടത്തും സ്റ്റിമുലേഷൻ ലാബ്സ്, സ്മാർട്ട് ക്ലാസ് റൂംസ്, ഡിജിറ്റൽ ലൈബ്രറി, മോഡേൺ അനാറ്റമി ലാബ്സ്, ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കിട്ടും. കൂടാതെ ഇന്റർനാഷണലി ഉള്ള സ്റ്റുഡൻസുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആവുന്ന കാരണം ഒരു ഗ്ലോബൽ ലേണിംഗ് എൻവയോൺമെന്റ് കൂടെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ മറ്റൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റും ഫുഡും ഒക്കെയാണ്. ക്ലൈമറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അഡാപ്റ്റഡ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനോട് യൂസ്ഡ് ആവും. അതുപോലെ ഫുഡിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ നമുക്കൊരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ചലഞ്ച് എന്നുള്ള രീതിക്ക് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഫൈനൽ മെറിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഇൻഡിപെൻഡൻസ്, അതായത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ലിവിങ് ഇൻ എ ന്യൂ കൺട്രി ഇറ്റ്സെൽഫ് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പുതിയ കൺട്രി, പുതിയ പീപ്പിൾ, പുതിയ കൾച്ചർ, ഇതെല്ലാം നിങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആക്കാനും കോൺഫിഡൻ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. മണി മാനേജ്മെൻറ്റ്, ഡിസിപ്ലിൻ, ഇതെല്ലാം നമ്മൾ പഠിക്കും. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള വേർഷൻ ആയിട്ടായിരിക്കും നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. പക്ഷെ നിങ്ങൾ മെറിറ്റ്സ് മാത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് നോക്കിയിട്ടോ ഫ്യൂച്ചർ ചൂസ് ചെയ്യാണ്ടിരിക്കുക. ചൂസ് ദി റൈറ്റ് കൺട്രി ആൻഡ് യൂണിവേഴ്സിറ്റി ഫോർ യുവർ ഫ്യൂച്ചർ.